നമ്മളെ വിളിച്ചതേ നന്ദി പറയാനാ. ഞാൻ പറഞ്ഞതുപോലെ എല്ലാരും റൈറ്റ് ടൈമിൽ തന്നെ സെൽഫി അയച്ചു. താങ്ക്സ് മാഡം. ഞങ്ങളെല്ലാവരും സിൻസിയർ ആണെന്ന് മാഡത്തിന് ഇപ്പൊ മനസ്സിലായില്ലേ? മാഡം പറഞ്ഞ അതിലപ്പുറം ഇല്ല ഞങ്ങൾക്ക്. അതെനിക്ക് മനസ്സിലായി. അതിനൊരു പ്രത്യേക ട്രീറ്റ് തരാനാ നിങ്ങളെ ഞാൻ വിളിപ്പിച്ചത്. ഞാൻ പറഞ്ഞില്ലേ പാർട്ടി ഉണ്ടാവുമെന്ന്. മാഡം കേക്കും. 6 മണിയെന്ന് ക്ലോക്കിൽ കാണിച്ച് ആ സെൽഫി എടുത്ത ടൈം കറക്റ്റ് എത്രയാ? ചോദിച്ചത് കേട്ടില്ലേ? എത്ര മണിക്കാ യഥാർത്ഥത്തിൽ ആ സെൽഫി എടുത്തതെന്ന്? എന്താ ആർക്കും മറുപടിയൊന്നുമില്ലേ? അതോ ഞാൻ ചോദിച്ചത് മനസ്സിലായില്ല എന്നാണോ? മാഡം 4:45 സമയം മാറ്റിവെച്ച് എന്നെ മണ്ടിയാക്കാൻ നോക്കി. കൊള്ളാം. ഞാനിത് മുകളിലേക്ക് റിപ്പോർട്ട് ചെയ്താലുണ്ടല്ലോ. അയ്യോ മാഡം, റിപ്പോർട്ട് ചെയ്യരുത്. എനിക്കൊരു കുടുംബവും അതിൻ്റെതായ പ്രാരാബ്ദം ഉള്ളതാ. അപ്പോ എനിക്ക് കുടുംബം ഇല്ലെന്നാണോ പറഞ്ഞു വരുന്നത്? വെട്ടുക്കിളി കൃപേഷ്. അല്ല മാഡം, അങ്ങനെയല്ല. പണിഷ്മെന്റ് തരരുത്. മാഡം പ്ലീസ് ഒരു തവണത്തേക്ക് മാപ്പാക്കണം. അതെ മാഡം, പ്ലീസ്. ഓക്കെ. ഈ ഐഡിയ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ആരാ? മാഡം അത് മാഡം അത് ഇവരെ ഫയർ ചെയ്യണ്ട. ഞാൻ ഐഡിയ പറഞ്ഞു കൊടുത്തത്. കൊള്ളാം മിസ്റ്റർ ആകാശ്. മാസാമാസം ശമ്പളം എണ്ണി വാങ്ങുമ്പോ കാണിക്കുന്ന ആവേശം വർക്കിൽ കൂടെ കാണിച്ചത് നന്നായിരുന്നു. മനസ്സിൽ കുറെ ഉടായ്പകളൊക്കെ ഉണ്ടെന്ന് പണ്ടേ എനിക്കറിയാം. നേരത്തെ പോവാനായിട്ട് പെർമിഷൻ ചോദിച്ചല്ലേ? മാഡം തന്നില്ലല്ലോ. ആകാശ് എന്ത് പറഞ്ഞിട്ടാ പെർമിഷൻ ചോദിച്ചത്? തലവേദന അല്ലേ? ശരിക്കും തലവേദന ഉണ്ടായിരുന്നോ? ഭാര്യയും കൂട്ടി അമ്പലത്തിൽ പോവാൻ കാണിച്ച അടുത്തുടായ്പ്. എന്തിനാണോ പറഞ്ഞത്? പറ ആകാശ്. അമ്പലത്തിൽ പോകുന്നത് വലിയ അപരാധമാണോ കള്ളം പറഞ്ഞു പോവാനായിട്ട്? എന്നോട് നുണ പറഞ്ഞത് പോരാഞ്ഞിട്ട് ഇവിടെയുള്ള മറ്റ് സ്റ്റാഫ്സിനെയും ജോലി ചെയ്യാതെ വഴിതെറ്റിച്ചു. അങ്ങനെയല്ലേ ആകാശ്? ഇങ്ങനെയൊക്കെ ചെയ്ത ആകാശിന് ഞാനൊരു ട്രീറ്റ് തരണ്ടേ? വേണം. ഇതെല്ലാവർക്കും ഒരു പാഠമായിരിക്കും. പിടിച്ചോ, എന്റെ വക ട്രീറ്റ്. മെമ്മോയാ. ആകാശിന്റെ വാക്ക് കേട്ട് നിങ്ങൾ കാണിച്ചതിന് എല്ലാവർക്കും ഞാൻ ട്രീറ്റ് തരേണ്ടതാ. പക്ഷെ ഇത്തവണ ഞാനത് ചെയ്യുന്നില്ല. ഇനി ഇത് ആവർത്തിച്ച കണ്ടല്ലോ, ഒരെണ്ണത്തിന്റെയും കുടുംബവും പ്രാരാബ്ദവും ഞാൻ നോക്കില്ല. കേട്ടല്ലോ?
ശരി മാഡം. ഗെറ്റ് ലാസ്റ്റ്